ഓക്കെ പപ്പ. ഗ്ലോബലൈസേഷൻ ഇംപ്രൂവ് ആയതോടെ തേർഡ് വേൾഡ് കൺട്രീസ് മാർക്കറ്റുകളിൽ വലിയ കമ്പനികളുടെ മത്സരത്തിനൊപ്പം നമുക്കും പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. പുതിയ ഗിമിക്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിൽ ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ പ്രാവശ്യം കൂടി ആവുമ്പോ പപ്പ ഈ കാര്യം എന്നോട് 443 വട്ടം പറഞ്ഞു കഴിഞ്ഞു. തെറ്റി മോക്ക് തെറ്റി. പപ്പ 441 വട്ടമേ പറഞ്ഞിട്ടുള്ളൂ. 2 കൂടി പോയി. നിന്നെ ഞാൻ ബ്ലെയിം ചെയ്യല്ല. കൾച്ചറൽ ആക്ടിവിറ്റീസും പ്രോഗ്രാമും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ നീ പപ്പയെ സഹായിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ വളരെ ലേസിയാണ് എന്നല്ലേ പറഞ്ഞു വന്നത്? സമ്മതിച്ചു. ഈ കാര്യം പപ്പ എത്ര വട്ടം മോളോട് പറഞ്ഞിട്ടുണ്ട്? 443. അപ്പൊ അനുമോൾ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ പപ്പ പറയുന്നത്? മോൾ അവിടെ നിന്ന് ഒരു ഫ്ലൈറ്റിൽ 3 മണിക്ക് നമ്മുടെ ദുബായ് ഓഫീസിൽ എത്തണം. മീറ്റിംഗിൽ പങ്കെടുക്കണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഉടനെയുള്ള ഫ്ലൈറ്റ് പിടിക്കുന്നു. അനുമോള് പപ്പയുടെ ഓഫീസിൽ എത്തുന്നു. നമ്മൾ നമ്മുടെ പുതിയ മൂവ്മെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Excuse me? Yes. Sunil alle? Sunil? No. My name is Venkaraj from Chennai. Hey, sorry. And your good name? Enna madam? Allah. Madam, ഞാൻ ഹുമയൂൺ. Madam. Hi Shakti. Hi Anu. How are you? Yeah, fine. Yeah, come. ഇന്ന് GK സാർ നല്ല ത്രില്ലില്ല. അനു വരുമെന്ന് വിചാരിച്ചിരുന്നില്ലത്രേ. ഉത്തരവാദിത്ത ബോധം കൂടിയിട്ടുണ്ടോന്നൊക്കെ കുഞ്ഞമതക്കോട് പറയുന്ന കേട്ടു. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ടേ എളുപ്പ. Hi uncle. May I come in? Yes, please come in. How are you? Fine. Hello. വരണം. ഒരു വക്കീലിന്റെ കുറവ് ഇനി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ എല്ലാവരും കൂടി എന്താനു കീഴടങ്ങാൻ തന്നെ തീരുമാനിച്ചോ? അതിനധികം സമയമൊന്നുമില്ല. ഉടനെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, താനിരിക്കും. തനിക്കത് പറയാം. ഒരു 100 കൂട്ടം പരിപാടികൾ മാറ്റിവെച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. താൻ കാര്യം പറ. വൈദ്യരോടും വക്കീലിനോടും കള്ളം പറയരുതെന്നാണല്ലോ. അപ്പൊ പിന്നെ കാലത്തൊരു വക്കീലിനെ വിളിച്ച് കുറച്ച് സത്യം പറഞ്ഞു കളയാന്ന് വിചാരിച്ചു. അല്ലേനും അങ്കിൾ കമ്പനിയുടെ കാര്യത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മളിപ്പോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, ശക്തി പറയും. ഇയാളുടെ വക്കീൽ ബുദ്ധിക്ക് എന്താണ് തോന്നുന്നത് കൂടി അറിയാലോ. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.